ഡോക്ടർ, എന്താണ് ഈ തൈറോയിഡിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? തൈറോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ്, ഒരു ഗ്ലാൻഡാണ്. അത് കഴുത്തിൻ്റെ മുൻഭാഗത്തായിട്ട് രണ്ട് വശത്തായിട്ട്, അതായത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ രണ്ട് വശത്തായിട്ടുള്ളൊരു ഗ്ലാൻഡാണ് തൈറോയിഡ് ഗ്ലാൻഡ്. അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അത് നമ്മുടെ ജീവൻ നിലനിർത്താൻ ശരീരത്തിൻ്റെ പല ഫങ്ഷൻസിനും അത്യാവശ്യമായിട്ടുള്ളൊരു ഗ്ലാൻഡാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൻ്റെ പല ഫങ്ഷൻസും നിയന്ത്രിക്കുന്ന ഹോർമോൺസാണ് തൈറോയിഡ് ഗ്ലാൻഡ്. ഈ തൈറോയിഡിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തൈറോയിഡിൽ പ്രധാനമായിട്ട് ഒരു 4 ടൈപ്പ് രോഗങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ വളർച്ച, വീക്കം, നമ്മൾ ഗോയിറ്റർ എന്ന് പറയും. അതിന് കുറേ കാരണങ്ങളുണ്ട്. പിന്നുള്ളത് തൈറോയിഡ് ഗ്ലാൻഡിൽ പലതരം മുഴകൾ വരിക, അത് നമ്മൾ നോഡ്യൂൾസ് എന്ന് പറയും, തൈറോയിഡ് നോഡ്യൂൾ. അപ്പോൾ അത് ഒറ്റ നോഡ്യൂളാണെങ്കിൽ സോളിറ്ററി നോഡ്യൂൾ എന്ന് പറയും, മൾട്ടിപ്പിൾ നോഡ്യൂൾസ് ആണെങ്കിൽ മൾട്ടി നോഡ്യൂളർ എന്ന് പറയും. അതാണ് രണ്ടാമത്തെ അസുഖം. മൂന്നാമത്തെ അസുഖം എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുക, അതായത് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ അളവ് കുറയുക, അത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം. പിന്നെ അതിൻ്റെ പ്രവർത്തനം കൂടുക, അല്ലെങ്കിൽ ഒരുപാട് കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക, ഹൈപ്പർ തൈറോയിഡിസം. പിന്നെ നാലാമതായിട്ട് വരുന്നത് തൈറോയിഡിലുള്ള ക്യാൻസേഴ്സാണ്. ഇതാണ് പ്രധാനമായിട്ട് തൈറോയിഡിൽ വരുന്ന രോഗങ്ങൾ. നമുക്ക് ഈ തൈറോയിഡിൽ സർജറി ആവശ്യമായിട്ടുള്ളത് ഏത് സമയത്താണ്? സർജറി ആവശ്യമായിട്ട് വരുന്നത് ചില കണ്ടീഷൻസിനാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം കുറവോ കൂടുതലോ ആണെങ്കിൽ നമുക്ക് പലവിധം മരുന്നുകൾ കൊണ്ടോ നിയന്ത്രിക്കാം. ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ കുറവാണെങ്കിൽ നമ്മൾ തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ സപ്ലിമെൻ്റ് ചെയ്യും, നമ്മൾ കൊടുത്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യാം. അഥവാ പ്രവർത്തനം കൂടുതലാണെങ്കിൽ അതിൻ്റെ ഹോർമോൺ ഉൽപ്പാദനം കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുക്കാം. അപ്പോൾ അത് മെഡിക്കൽ മാനേജ്മെൻറ്റാണ് യൂഷ്വലി. തൈറോയിഡ് ഗ്രന്ഥി ഒരുപാട് വലുതാകുകയാണെങ്കിൽ അത് നമ്മുടെ ശ്വാസകോശത്തെയും അതുപോലെ തന്നെ അന്നനാളത്തേക്ക് കംപ്രസ് ചെയ്യും, പ്രഷർ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാം. ആ ഒരു സിറ്റുവേഷനിൽ സർജറി വേണ്ടി വരും. പിന്നുള്ള തൈറോയിഡിൽ മുഴകൾ ഫോം ചെയ്യുകയാണെങ്കിൽ, മുഴ ഫോം ചെയ്യുമ്പോഴത്തേക്കും തൈറോയിഡിൻ്റെ നോർമൽ ഗ്ലാൻഡിൻ്റെ ഡാമേജ് ഉണ്ടാക്കും. ഈ മുഴകൾ ഒരുപാട് മുഴകളാകുമ്പോഴത്തേക്കും അപ്പോൾ തൈറോയിഡിൻ്റെ ഫങ്ഷൻ കുറയും. അതുപോലെ തന്നെ ഇത് കംപ്രസ് ചെയ്തിട്ട് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അപ്പം തൈറോയിഡിൽ മുഴകളുണ്ടെങ്കിൽ നമ്മൾ സർജറി വേണ്ടി വരും. ഗ്ലാൻഡ് ഒരുപാട് വലുതാണെങ്കിൽ സർജറി വേണ്ടി വരും. പിന്നെ മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ക്യാൻസറാണ്. പ്രധാനമായിട്ട് തൈറോയിഡിന് സർജറി ആവശ്യം വരുന്നത്. അപ്പോൾ ഇതാണ് നോർമലി തൈറോയിഡ് സർജറി ചെയ്യുന്നത്. തൈറോയിഡിനെ കുറിച്ച് ആൾക്കാർക്ക് ഒരുപാട് സംശയമുള്ളതെന്ന് പറഞ്ഞാൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളത്. സർജറിയിൽ പ്രധാനമായിട്ട് വരാൻ പറ്റുന്ന 2 ബുദ്ധിമുട്ടുകൾ, ഒന്ന് ശബ്ദത്തിൻ്റെ വ്യത്യാസമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശബ്ദം നിയന്ത്രിക്കുന്ന നെർവ്സ് ഉണ്ട്. ആ നെർവ്സ് നമ്മുടെ വോയിസ് ബോക്സ് നിയന്ത്രിക്കുന്ന നെർവ്സ് ഉണ്ട്. അത് തൈറോയിഡിനകത്തൂടെയാണ് പോകുന്നത്, തൊട്ടടിയിൽ കൂടെയാണ് പോകുന്നത്. ഈ സർജറിയുടെ സമയത്ത് അതിൽ ഇഞ്ചുറി വന്നാൽ ചിലപ്പോൾ ശബ്ദത്തിന് വ്യത്യാസം വരാം. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് തൈറോയിഡിനെ തൊട്ടടുത്തിരിക്കുന്ന ഒരു പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞ ഗ്രന്ഥികളുണ്ട്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഗ്ലാൻഡ്സാണ്. അതിനും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞിട്ട് അതുമായിട്ട് ബുദ്ധിമുട്ടുകൾ വരും. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരുന്നത് തൈറോയിഡ് സർജറി. താങ്ക് യു ഡോക്ടർ. ഓക്കെ, താങ്ക് യു.